അങ്ങനെ നമ്മൾ അജ്മാനിലുള്ള സുനിയുടെ ഫ്ലാറ്റിലെത്തി. ബെല്ലടിച്ചോ? അകത്തെല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്ന് കാത്തിരിക്കണെന്ന് അറിയാം. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗസ്റ്റുകളൊക്കെ. ആയാ വെൽക്കം ദുബായ്. ഇതാണ് കേട്ടോ അവരുടെ ഉപ്പയമ്മയും എൻ്റെ പൂക്കൊഞ്ചാമയും മായയും. പൂക്കൊഞ്ചാമ എന്ന് വിളിക്കുന്നത് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്, ഞാൻ താഴെ കമൻറ്റ് ചെയ്യട്ടാ. ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ വെട്ടെല്ലാവരും ഉള്ളൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ എന്നാണ് പേര്. അപ്പോൾ അതിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് ഡോറ് തുറന്ന് അകത്ത് കയറുന്ന തുടങ്ങിയുള്ള വിഷ്വൽസൊക്കെ അവരെ കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ മാമാക്ക് 4 മക്കളാണ്. സമീർ ബാബു, സഫീർ ബാബു, സുനീർ ബാബു, സൗമ്യ, സരിൻ. എല്ലാവരും ഇവിടെ ദുബായി തന്നെയായിരുന്നു ഫാമിലിയായിട്ട്. അതിലിപ്പോൾ സഫീം ഫാമിലിയും അവർ UK പോയി, 2 വർഷമായിട്ട് അവരവിടെയാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മമ്മിയുടെ തറവാട്ടിൽ മമ്മിയുടെ ഉമ്മയും വാപ്പയും പിന്നെ മമ്മിയുടെ 7 ബ്രദേഴ്സ്, അവരുടെ ഫാമിലി എല്ലാവരും കൂടെ എന്തൊരു സ്നേഹത്തിൽ അടിച്ച് പൊളിച്ച് എന്ത് രസമായിരുന്നറിയാം ആ ഒരു കാലം. ഞാൻ എടുത്തുകൊണ്ട് നടന്ന് കളിപ്പിച്ച മക്കളൊക്കെ വലിയതായി, നല്ല ജോലിയൊക്കെ ആയി, ഫാമിലിയായിട്ട് ജോലിയായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷം. വണ്ടി എന്ന് പറഞ്ഞ മമ്മിയുടെ ട്രോളി ബാഗിന് ഉണ്ടാ, ഞാൻ പഠിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. എൻ്റെ വണ്ടി ഞാൻ ഓടിക്കുന്നു പറഞ്ഞു കൊണ്ട് നടക്കും. പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ അൽഫാമായിരുന്നു. അൽഫാമും കുബൂസും. നമ്മുടെ നാട്ടിൽ അൽഫാമിൻ്റെ ഒക്കെ ഒപ്പം കിട്ടുന്ന കുബൂസ് ഒരു ടേസ്റ്റ് ഇല്ല, പലരും അത് മാറ്റി വയ്ക്കാറാണ് പതിവ്. പക്ഷേ ഈ കുബൂസിന് എന്താ ഒരു ടേസ്റ്റ്. എല്ലാരോടും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ, നമ്മളിലാണ് എത്തിയവരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. പറഞ്ഞോ? എന്തൊക്കെ ചെയ്തത്? എന്തിനാണ് കേട്ടാ പോയി? അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓടിച്ചിട്ട് വന്നിരുന്ന വണ്ടി സുനിലാണ്ടി പറിക്കാൻ പോയി. ഞാൻ കൊടുത്തില്ല, ഞാൻ ഓടിച്ചിട്ടില്ല. വണ്ടി ഞാൻ ഓടിക്കട്ടെ. മായുടെ ട്രോളി ബാഗ് ഞാൻ തള്ളിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ ഇത് എനിക്ക് ഓടിക്കണം. രാത്രിയിലത്തെ മേളമൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ നേരം വെളുക്കാറായി തോന്നുന്നുണ്ട്. എന്നാലും പിള്ളേരൊക്കെ ഒരു 6-6:15 റെഡിയായി. 6-6:45 ബസ് കാത്ത് റോട്ടിലെത്തി, സ്കൂൾ ബസ് കാത്ത്. ഒരുപാട് ആളുകൾ താമസിക്കുന്ന, പ്രത്യേകിച്ചും മലയാളികൾ ഒരുപാടുള്ള അജ്മാനിലൊരു പോഷ് ഏരിയയാണിത്. സുനിയുടെ ഫ്ലാറ്റിൻ്റെ മുമ്പിലാണ്. അപ്പോൾ നമ്മളൊരു ടൂർ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മളിന്ന് ദുബായിക്ക് പോവുകയാണ്. ഞങ്ങൾ വേഗം റെഡിയായി ഒരു 11-11:30 കൂടിയിട്ട് ദുബായിക്ക് പുറപ്പെട്ടു. സുനി തന്നെയാണ് നമ്മളെ ദുബായിക്ക് ആക്കി തന്നത്. അപ്പോൾ അവിടെ നമുക്ക് ബുക്ക് ചെയ്തേക്കണ ഹോട്ടൽ ദേര എന്ന് പറയുന്ന സ്ഥലത്താണ്. ലോകത്തിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് ദുബായ്. ഈ അറബ് എമിറേറ്റ്സിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നഗരം. നമ്മുടെ ടൂർ പാക്കേജിൽ പ്രധാനമായിട്ടും വരുന്നത് ദുബായ് ദോ ക്രൂയിസ് യാത്ര, പിന്നെ ദുബായ് സിറ്റി ടൂറ്, ദുബായ് മാള്, ഗ്ലോബൽ വില്ലേജ്, മിറാക്കിൾ ഗാർഡൻ, ബുർജ് ഖലീഫ, ഡെസേർട്ട് സഫാരി, ഇതൊക്കെയാണ്.
ദുബായിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ദേര. ഇത് ദുബായിലെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രം കൂടിയാണ്. ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത് ദേരയുടെ അടുത്താണ്. ദുബായിലെ ഏറ്റവും വലിയ മത്സ്യ വാണിജ്യ കേന്ദ്രം വരുന്നത് ദേരയിൽ തന്നെയാണ്. നമുക്ക് 4 ദിവസം താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളത് ദേരയിലെ ആവറി ഹോട്ടലാണ്. നമ്മളവിടെ ചെന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് വേഗം തന്നെ ടോ ക്രൂയിസ് യാത്രയ്ക്ക് പുറപ്പെട്ട്. ഫഹദ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈവർ കം ഗൈഡാണ് നമ്മുടെ കൂടെ അന്നുണ്ടായിരുന്നത്. ക്രൂയിസിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഞാനും മമ്മിയും ഇരുന്നത്. ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകളും നമ്മളോടൊപ്പം ഈ ക്രൂയിസിലുണ്ട്. ഏതാണ്ടൊരു 5-5:30 സമയത്താണ് നമ്മൾ ക്രൂയിസിൽ കയറുന്നത്. ദുബായ് ക്രീക്ക് ദോ ക്രൂയിസ് യാത്ര എന്ന് പറയുന്നത് ദുബായിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് ആകർഷണങ്ങളിലൊന്നാണ്. ദുബായിയുടെ പ്രധാന ലാൻഡ്മാർക്കുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് കെട്ടിടങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, പിന്നെ ദുബായിയുടെ അതിമനോഹരമായിട്ടുള്ള മാജിക്കൽ പ്രകാശ സംവിധാനങ്ങൾ. എന്താ ഒരു ഭംഗി! അത് എത്ര കണ്ടു നിന്നാലും നമുക്ക് മതിയാവില്ല. ഇവിടുത്തെ ക്രീക്ക് ദോ ക്രൂയിസ് യാത്രയ്ക്ക് പല ഓപ്ഷനുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ലക്ഷറി ബോട്ടുകളുണ്ട്, പിന്നെ പരമ്പരാഗതമായിട്ടുള്ള ദോ ബോട്ടുകളുണ്ട്, ഗ്രൂപ്പ് ക്രൂയിസുകളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കേജിൽ പറഞ്ഞിട്ടുള്ള ക്രൂയിസിലാണ് നമ്മൾ കയറിയേക്കണത്. ക്രൂയിസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോണത് അറിയേയില്ല. ഓരോ നിമിഷത്തിനും ഓരോ ഭംഗിയാണെന്ന് പറയാം. എത്ര കണ്ടാലും എത്ര ആസ്വദിച്ചാലും മതി വരാത്ത ഭംഗി. ക്രൂയിസിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കും സ്നാക്സൊക്കെ തന്നിരുന്നു. പിന്നെ രാത്രിയപ്പോൾ നല്ലൊരു ഡിന്നറും. ദുബായ് ക്രീക്ക് എന്ന് പറയണത് ദുബായ് നഗരത്തിൻ്റെ ഏതാണ്ട് ഹൃദയഭാഗത്തുള്ള ഒരു പ്രകൃതിദത്തായിട്ടുള്ള ഉപ്പുവെള്ള ജലമാർഗ്ഗമാണ്. ഇതേതാണ്ടൊരു 14 കിലോമീറ്ററോളം നീളമുള്ള ഒരു ജലപാതയാണ്. ദുബായിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടൂറിസ്റ്റ് ആകർഷണമാണ് ദുബായ് ക്രീക്ക്. ദുബായിയുടെ പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രതീകമായിട്ടും കൂടിയാണ് ദുബായ് ക്രീക്ക് കണക്കാക്കപ്പെടുന്നത്. ദുബായിനെ 2ആയിട്ട് തിരിക്കുന്നത് ഈ ദുബായ് ക്രീക്കാണ്. ക്രൂയിസിൽ കയറിയപ്പോൾ തുടങ്ങി നല്ല പാട്ടുകൾ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. പാട്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് തനൂറ ഡാൻസാണ്. അങ്ങനെ സംഗീതവും നൃത്തവും നല്ല ഡിന്നറും പിന്നെ ഈ കാണുന്ന പ്രകാശവിസ്മയങ്ങളും വെള്ളത്തിൽ വീണ് കിടക്കുന്ന പ്രകാശത്തിൻ്റെ പ്രതിബിംബങ്ങളും എല്ലാം ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അത് ഞങ്ങൾ ക്രൂയിസിൽ നിന്ന് ഇറങ്ങി പിന്നെ ഹോട്ടലിലേക്ക് പോവാണ്. നമ്മളുടെ ഡ്രൈവർ കം ഗൈഡാണിത്. ഫഹദ് എന്നാണ് ആളുടെ പേര്. ഫഹദ് പാകിസ്ഥാനിയാണ്. നമ്മളോട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ദേരയിൽ നമ്മൾ താമസിക്കുന്ന ആവറി ഹോട്ടലിൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ദീപാലങ്കൃത വിഭൂഷിതയായി അതിമനോഹരിയായി ഒരുങ്ങി നിൽക്കുന്ന ഹോട്ടൽ, അങ്ങനെയൊക്കെ പറയണം. എന്ത് രസമാണ് കാണാൻ. ദേരയിലെ പേര് കേട്ടൊരു 4 സ്റ്റാർ ഹോട്ടലാണിത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റിസപ്ഷൻ, പിന്നെ അവിടുത്തെ ലോബി രാജകീയം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ട്രാവൽ ബി ടൂറിസം എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസിയാണ് നമ്മുടെ ഇവിടുത്തെ യാത്രയുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തത്. എക്സലൻറ്റ് സർവീസ് എന്ന് തന്നെ പറയണം അവരെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ ഷൂട്ട് ചെയ്തത് വേറെ ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വേറെ കോസ്റ്റ്യൂമിൽ കാണുന്നത്. നമ്മുടെ റൂം 4th ഫ്ലോറിലായിരുന്നു. അങ്ങനെ ഞാനും മമ്മിയും കൂടെ ലിഫ്റ്റിൽ കയറി നടന്ന് റൂമിലെത്തി. ഉച്ചയ്ക്ക് ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് ബാഗൊക്കെ അവിടെ ചിക്കി പരത്തിയിട്ടേക്കൊണ്ട് റൂം ഇപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ തുറന്നു നോക്കുന്നത് വാഷ്റൂമാണ്. ഒരു വീട്ടിലായാലും നമ്മൾ വാഷ്റൂം എങ്ങനെ ഉണ്ടെന്നല്ലേ ആദ്യം നോക്കുക. അപ്പോൾ അതെല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഷ്റൂം. അപ്പോൾ ദുബായിൽ നമ്മുടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം.